ഏഷ്യൻ തീരത്തും അമേരിക്ക യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ പടക്കപ്പൽ മുക്കിയത് എന്തിന്റെ സൂചനയാണ്? മറ്റു മേഖലകളിലേക്കും ഇറാന്റെ പടക്കപ്പലുകൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മേഖലകളിലേക്കും അമേരിക്ക ഇസ്രായേൽ ഒപ്പം ആക്രമണം കടുപ്പിക്കുകയാണോ എന്ന വിവരങ്ങൾ ലോക ആശങ്കയോടെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിന് ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കും എന്നുള്ളതും നിർണായകമായ ചോദ്യമാണ് ഈ മണിക്കൂറുകളിൽ. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് തലക്കെട്ടുകൾ. ഏഷ്യൻ തീരത്തും യുദ്ധമുഖം തുറന്ന അമേരിക്ക. ശ്രീലങ്കയ്ക്ക് സമീപം മുക്കിയ ഇറാന്റെ കപ്പലിൽ കൊല്ലപ്പെട്ടത് 87 നാവികർ. യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് US ആണവ അന്തർവാഹിനി. തകർത്തത് ഇറാനിയൻ നാവികസേനയിലെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഒന്നിനെ. ഇറാന്റെ പുതിയ പരമോന്നതമായി പരിഗണിക്കുന്ന മൊജ്തബ ഹുസൈനി ഖമേനിയെയും വധിക്കുമെന്ന ഭീഷണി മുഴക്കി ഇസ്രായേൽ. പരമോന്നത നേതാവായി ഇറാൻ ആരെ നിയമിച്ചാലും തീർത്തുകളയുമെന്ന് മുന്നറിയിപ്പ്. പേരോ ഒളിച്ചിരിക്കുന്ന സ്ഥലമോ തടസ്സമല്ലെന്നും ഇസ്രായേൽ. സുധാകരനെ അനുനയിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി സുധാകരനെ ഫോണിൽ വിളിച്ചു. പരിഹസിച്ചല്ലെന്ന് സുധാകരനോട് MV ഗോവിന്ദൻ. മറുപടിയൊന്നും നൽകാതെ സുധാകരനുമായി സംസാരിച്ച ജില്ലാ സെക്രട്ടറി R നാസറും സുധാകരനെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഇന്ത്യ നേരിടുന്ന ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായവുമായി റഷ്യ 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നൽകും. ഇന്ത്യയുടെ നീക്കം അമേരിക്കൻ സമ്മർദ്ദത്തിനിടെ അടുത്ത ആഴ്ചകളിൽ തന്നെ എണ്ണ ഇന്ത്യയിലേക്ക് എത്തിയേക്കും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡ് ഇന്ന് കോടതിയിൽ കണക്ക് നൽകും. റിപ്പോർട്ട് നൽകാൻ കോടതി നൽകിയ ഒരാഴ്ച സമയം ഇന്ന് അവസാനിക്കും. ബീഹാറിൽ BJPയുടെ മുഖ്യമന്ത്രി വരും. നിതീഷിന്റെ മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ JDU. നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇന്ത്യയ്ക്ക് ഇന്ന് സെമി പോരാട്ടം. എതിരാളികൾ ഇംഗ്ലണ്ട്. ഇരു ടീമുകളും സൂപ്പർ 8-ലെ അവസാന മത്സരം കളിച്ച 11 നിലനിർത്തിയേക്കും. അർജുൻ തെണ്ടുൽക്കറുടെ വിവാഹം ഇന്ന്. വധു സാനിയ ചന്ദോക്ക്. പ്രധാനമന്ത്രി അടക്കം പ്രമുഖർ പങ്കെടുക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പുതിയ പോർമുഖം തുറക്കുകയാണോ അമേരിക്ക? ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് US മുങ്ങിക്കപ്പൽ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിലെ 80 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ്. 80 നാവികർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇവിടെ പല കടലിടുക്കുകളിൽ ഒഴുകി നടക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ലങ്കൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഏതാണ്ട് 35ഓളം ആളുകളെ രക്ഷപ്പെടുത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുദ്ധക്കപ്പലിന് നേരെ US ആണവ അന്തർവാഹിനിയാണ് ആക്രമണം നടത്തിയത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ആണവ അന്തർവാഹിനി ശത്രുരാജ്യത്തിന്റെ കപ്പലിനെ തകർക്കുന്നത് ഇതാദ്യമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന വിവരം. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇറാനിലേക്ക് ഈ കപ്പൽ മടങ്ങിയിരുന്നത്. ഇത് നമുക്കറിയാം, ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പലാണ്. ഇറാൻ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിർണായകമായ ഒരു കപ്പലാണ്. ഇത് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അമേരിക്കൻ സമൂഹ മാധ്യമമായ എക്സിലൂടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സൈന്യ നടപടി ഇനിയും തുടരും എന്നുള്ള സൂചനകളുണ്ട്. അന്തർവാഹിനിയെ ടോർപിഡോ ഉപയോഗിച്ചാണ് ഈ കപ്പൽ തകർത്തത് എന്ന കാര്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. ഇതിനോടുള്ള ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കും? ഇറാൻ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിവിധ മേഖലകളിലേക്ക് ഇതോടുകൂടി യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ വ്യാപിക്കുകയാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഞാൻ പറഞ്ഞതുപോലെ ഇറാന്റെ മറുപടി എന്തായിരിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇറാൻ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇത്തരമൊരു വല്ലാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ടാകുമ്പോൾ ഇറാന് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കേണ്ട സാഹചര്യം ഒരുങ്ങി വരികയല്ലേ? രഞ്ജിത്ത്, യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം അനന്തമായി നീളുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ 5 ദിവസം
വ്യോമാക്രമണമായിരുന്നു ആശങ്ക സൃഷ്ടിച്ചത് എങ്കിൽ നിലവിലിപ്പോൾ കടൽ യുദ്ധം ഭീതി വർദ്ധിപ്പിക്കുകയാണ്. കാരണം കപ്പലുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ അനുസരിച്ച് ഇറാൻ നാവികസേനയുടെ 20 കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നാണ്, ചെറുതും വലുതുമായ 20 കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ ആക്രമണ യുദ്ധക്കപ്പൽ IRIS ദേന അത് ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ സംഘർഷം കൂടുതൽ കലുഷിതമാക്കിയത് എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2021 ഇറാൻ സേനയുടെ ഭാഗമായി ഈ കപ്പൽ വന്നത്. IRIS ദേന അതുകൊണ്ട് തന്നെ ഇറാൻ നാവികസേനയുടെ അത്യാധുനിക കപ്പലാണ്. അവരുടെ ഏറ്റവും വലിയ സംഹാരശേഷിയുള്ള ആക്രമണ കപ്പൽ കൂടിയാണ്. ആ കപ്പൽ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ യുദ്ധത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു എന്നതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 74 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ടതും ഏറ്റവും ഗൗരവമേറിയതുമായ കാര്യം, ഇന്ത്യയിൽ വ്യോമാഭ്യാസത്തിന് ശേഷം മടങ്ങവെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നതാണ്. അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ പടക്കപ്പലിൽ നിന്ന് തകർത്തത് എന്ന് അമേരിക്കയുടെ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പീറ്റ് ഹെഗ്സെത്ത് ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാൻ നാവികസേനയുടെ IRIS ദേന കപ്പൽ പൂർണ്ണമായി മുങ്ങിയത് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏതാണ്ട് 180 നാവികരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. ഇനിയും 60ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണ ശൈലി കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇറാനും മറ്റ് വിദേശ രാജ്യങ്ങളും ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടന്ന ശേഷം കടലിൽ ഇത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ അപ്രതീക്ഷിതമാണ്. അതിൻ്റെ ആശങ്കയിലുമാണ് ലോകം ഇപ്പോഴുള്ളത്. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ സേന സമയോചിതമായി ഇടപെട്ടു. മറ്റ് നിർദ്ദേശങ്ങൾക്ക് കാത്തുനിൽക്കാതെ തന്നെ ശ്രീലങ്കൻ സേനയുടെ ഇടപെടൽ ആ ഘട്ടത്തിൽ നിർണായകമായി എന്നതും ശ്രദ്ധേയമാണ്. 32 നാവികരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ അതിൽ പങ്കെടുത്ത ശേഷം മടങ്ങവെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. മാത്രമല്ല ഈ ആക്രമണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നമുക്കറിയാം. ടോർപിഡോ കഴിഞ്ഞ കാലങ്ങളിൽ സമീപകാലത്തൊന്നും തന്നെ അമേരിക്ക യുദ്ധമുഖത്ത് പരീക്ഷിക്കാത്ത ഒരു തന്ത്രമാണ്. വലിയ ചെലവേറിയ ഒരു ആക്രമണ ശൈലിയാണത്. കാരണം ഒരു ആക്രമണത്തിന് തന്നെ ഏതാണ്ട് 38 കോടി 70 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ആക്രമണം. അതായത് 1698 കിലോഗ്രാം ഭാരമുള്ള ടോർപിഡോ അത് സമുദ്രത്തിനടിയിൽ കിടക്കുന്ന മുങ്ങിക്കപ്പലിൽ നിന്ന് ആക്രമിക്കുന്നു. ഏതാണ്ട് 294 കിലോ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ടോർപിഡോയുടെ ആക്രമണത്തിലാണ് ഇറാന്റെ അത്യാധുനിക കപ്പൽ തകർന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇറാൻ പ്രത്യാക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 19th വേവ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ് അയച്ചു കഴിഞ്ഞുവെന്നാണ് IRGC സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ യുദ്ധം ആരംഭിച്ച് ആദ്യ ദിനം മുതൽ ഇതുവരെ ഏതാണ്ട് 19 റൗണ്ട്സ്, അതായത് 19 വേവ്സ് ഓഫ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ് അയച്ചു എന്നാണ് IRGC സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ 19th വേവ് ഓഫ് അറ്റാക്ക് ആരംഭിച്ച് എന്ന് IRGC സ്ഥിരീകരിക്കുന്നത്. ആ സ്ഥിരീകരണം തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകും എന്നത് തന്നെയാണ്. മാത്രമല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണവും കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റ് തീരത്തടക്കം കടലിൽ വലിയ ആശങ്കകളുണ്ട്. കാരണം കുവൈറ്റ് തീരത്ത് നിന്ന് ഏതാണ്ട് 30 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 55 കിലോമീറ്റർ അകലെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ സ്ഫോടനം സ്ഥിരീകരിച്ചത്. അത് എണ്ണ ടാങ്കർ, അതുവഴി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന എണ്ണ ടാങ്കറിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ്സ് ഓപ്പറേഷൻ പറയുന്നു. അതായത് കടലിൽ ചില ഗുരുതരമായ സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. കൂടുതൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഏതൊക്കെ കപ്പലുകളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ വലുതും ചെറുതുമായ ഏതാണ്ട് 20ഓളം യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല മറ്റ് എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണം നടന്നോ എന്ന് സംശയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നു. കാരണം ഈ യുണൈറ്റഡ് കിങ്ഡം
മാരിടൈം ട്രേഡ്സ് ഓപ്പറേഷന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ എണ്ണ ചോർച്ച കടലിൽ ഉണ്ടായതായി സംശയിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അത്തരത്തിൽ എണ്ണ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല സൗദിയും സമാനമായ തരത്തിൽ സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അൽ ഖർച്ച് നഗരത്തിലാണ് 3 ക്രൂയിസ് മിസൈലുകൾ നശിപ്പിച്ചത് എന്നും പറയുന്നു. അവിടെ ഒരു ഗവർണറേറ്റ് ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളാണ് പ്രതിരോധിച്ചത് എന്നാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നതും. അതായത് സൗദിയും കുവൈറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ കൂടുതൽ ശക്തമാക്കുന്നു. US എംബസികൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല മേഖലകളിലും അനുഭവപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ഇറാൻ യുദ്ധം ശക്തമാക്കിയപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യതകളിലേക്ക് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം ഇറാന് മേൽ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഒരു എക്സിറ്റ് പ്ലാൻ, ഏതൊരു യുദ്ധം ആരംഭിക്കുമ്പോഴും അതിനൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഈ ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണത്തിൽ ഒരു എക്സിറ്റ് പ്ലാൻ ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ അപലപിച്ച് മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന സൗദി തലവനുമായി സംസാരിച്ചു. ചൈനീസ് എൻവോയെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായി അയക്കാൻ തയ്യാറാണ് എന്ന വിവരം കൂടി ചൈന ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചൈനയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സമവായ ശ്രമങ്ങൾക്ക് ചൈനയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് കാർത്തിക് പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്രീലങ്കയുടെ തീരത്താണ് ഈ കപ്പൽ മുക്കിയത്. ഇറാൻ കപ്പൽ മുക്കുന്നത് 87 നാവികർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. നിരവധി നാവികർ രക്ഷപ്പെടുത്തിയത് ശ്രീലങ്കയുടെ നാവികസേന അംഗങ്ങൾ തന്നെയാണ്. ഏതായാലും വല്ലാത്തൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതു മേഖലയിലും നമുക്കറിയാം ഇതുവരെ 12ഓളം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം വ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഏഷ്യൻ തീരത്തേക്ക് കൂടി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇനി ഓരോ നിമിഷവും നിർണായകമാണ്. ഇറാന്റെ തിരിച്ചടി ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാന്റെ സംഘർഷത്തിനിടയിലാണ് ഇപ്പോൾ മൊജ്തബ ഹുസൈനി ഖമനേയി, അതായത് നേരത്തെ കൊല്ലപ്പെട്ട ഖമനേയിയുടെ അവിടുത്തെ പരമോന്നത നേതാവ് ഖമനേയിയുടെ മകനാണ് മൊജ്തബയെ അവിടുത്തെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നേതാവിനെയും വധിക്കും, മൊജ്തബയെ ഹുസൈനിയെയും വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ മുഴക്കുന്ന പശ്ചാത്തലമാണ്. അതായത് ആരെയും പരമോന്നത നേതാവായി തെരഞ്ഞെടുത്താലും ഇറാൻ ആരെ നിയമിച്ചായും ആ നേതാവിനെയും തീർത്ത് കളയുമെന്നാണ് ഇസ്രായേലിൻ്റെ ഭീഷണി. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകനെ ഇറാൻ്റെ വിദഗ്ധ സമിതി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും നാടകീയ നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ ഭീഷണി ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വന്തം ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ഭരണകൂടം ആരെ നിയമിച്ചാലും അയാൾ വധിക്കപ്പെടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പേര് പ്രശ്നമല്ല, ഒളിച്ചിരിക്കുന്ന സ്ഥലം പ്രശ്നമല്ല, ഇതൊന്നും തടസ്സമല്ല എന്നും പറയുന്നു. ഞങ്ങളുടെ ഏജൻസിയായ മൊസാദിന് എവിടെ ചെന്ന് ആരെ വധിക്കാനുമുള്ള സംവിധാനമുണ്ട് എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് കാർത്തിക്, ഇത്തരത്തിൽ മൊജ്തബ എവിടെയാണെന്ന് അറിയില്ല, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്ന് തന്നെ നമുക്ക് വ്യക്തമല്ല. പക്ഷേ മൊജ്തബ അവിടുത്തെ പരമോന്നത നേതാവാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായ പശ്ചാത്തലമുണ്ട്. നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയും ആക്രമണങ്ങൾ തുടരും ഇസ്രായേലിലേക്ക് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ്, ഇറാനിലേക്ക് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇസ്രായേൽ നൽകുന്നത്. രഞ്ജിത്ത്, സ്വാഭാവികമായും കേവലം ഒരു ആക്രമണത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. അത് ഇറാനിൽ ഒരു ഭരണമാറ്റം തന്നെയാണ്. നിലവിലുള്ള തിയോക്രാറ്റിക് ഭരണം, ആ ഭരണം മാറി മറ്റൊരു ഭരണം, അമേരിക്കയുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അതുതന്നെയാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ ആക്രമണം കടുപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ശേഷവും പിൻഗാമിയെയും കൊല്ലപ്പെടുത്തും എന്ന തരത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നത് ഇറാനിൽ ഒരു റിജൈം ചേഞ്ച്, അതിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നു. ആ കണക്ക് കൂട്ടലിനൊപ്പം തന്നെയാണ് US ഉള്ളത്. പക്ഷേ അവർക്ക് സമാന്തരമായി ആരെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഒരു കണക്ക് കൂട്ടലില്ല. കാരണം
റസാ പഹ്ലാവി അടക്കമുള്ളവർക്കായിരുന്നു അമേരിക്ക ആദ്യഘട്ടം മുതൽ പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ ആ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ, വലിയൊരു വിഭാഗം ജനതയുടെ പിന്തുണ ഇത്തരത്തിൽ റസാ പഹ്ലാവിക്ക് ഇല്ല. അതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ ഭരണമാറ്റം എങ്ങനെ സാധ്യമാകും എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഏത് തരത്തിലും ആയത്തുള്ള അലി ഖമനേയിക്ക് ക്ലറിക്കുമാർ തിരഞ്ഞെടുക്കുന്ന ഒരു മുതിർന്ന പുരോഹിതനെ ഇത്തരത്തിൽ അവിടേക്ക് കൊണ്ടുവന്നാലും അത് എത്രത്തോളം ഇസ്രയേലും അമേരിക്കയും അംഗീകരിക്കും എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. അത് അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് രഞ്ജിത്ത്, ചൈന ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഈ 6-ാം ദിവസം നടത്തിയിരിക്കുന്നു. അതായത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇപ്പോൾ ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഫോണിലായിരുന്നു ഈ ചർച്ച. ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഈ സംഘർഷം രൂക്ഷമാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഇടപെടലിനുള്ള സമയമായി. അതിന് എന്ത് തരത്തിലുള്ള ഇടപെടലിനും ചൈന സന്നദ്ധമാണ്. സൗദി അറേബ്യ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണം. ഒരു ചൈനീസ് എൻവോയെ, ചൈനയുടെ പ്രത്യേക പ്രതിനിധി സംഘത്തെ ഈ ആവശ്യത്തിന് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്നുകൂടി ചൈനയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. അപ്പോഴും ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ഇറാഖിലും 4 സ്ഫോടനമുണ്ടായി എന്നത് വിവരങ്ങൾ പുറത്തുവരുന്നു. കുർദിസ്ഥാൻ മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അറാബാദ്, സാർക്കോയ്സ്, സുർദാഷ് പ്രവിശ്യകളിലാണ് സ്ഫോടനം. ഈ മേഖലകൾ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ്. മാത്രമല്ല ഇറാൻ വിരുദ്ധ സായുധ സംഘങ്ങൾ ഉള്ള മേഖല കൂടിയാണ്. ഇറാഖിലെ ഇറാനിയൻ കുർദിഷ് സായുധ സംഘമായ കുർദിസ്ഥാൻ ടോയിലേഴ്സ് അസോസിയേഷനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്ന തരത്തിൽ കൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ബഹ്റിൻ കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് ബഹ്റിനിലെ ഒരു ആമസോൺ ഡാറ്റോ സെന്ററിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. ഇക്കാര്യം ആദ്യം ഫാസ്റ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയും ചെയ്തു. എന്തായാലും ആക്രമണം കൂടുതൽ കലുഷിതമാവുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1445 പിന്നിട്ടിരിക്കുന്നു. പുറത്തു വരുന്ന കണക്കുകൾ മാത്രമാണിത്. ഒരുപക്ഷെ അവിടെ സാഹചര്യങ്ങൾ അതിരൂക്ഷമായിരിക്കാം. എന്തായാലും ലെബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് ഇസ്രയേൽ പരസ്യമായി തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബെയ്റൂട്ടിലെ എയർപോർട്ട് ഹൈവേയിലാണ് ആക്രമണം നടന്നത്. ഏതായാലും UN റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ഈ സംഘർഷങ്ങൾ തുടങ്ങി ആദ്യ 2 ദിവസം മാത്രം ഏതാണ്ട് 100,000 ആളുകൾ ടെഹ്റാൻ വിട്ടുപോയി. ലെബനനിൽ നിന്ന് ഏതാണ്ട് 58,000 പേർ വിവിധ സ്ഥലങ്ങളിൽ അഭയം തേടി. ഇത്തരത്തിൽ ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്നു. പല സ്ഥലങ്ങളിലും ടെഹ്റാനിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 19th വേവ് ഓഫ് അറ്റാക്ക് തുടങ്ങി എന്ന് ഇറാനും ഈ കപ്പൽ മുക്കിയ ശേഷം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് വരും മണിക്കൂറുകളിലും സംഘർഷഭരിതമായിരിക്കും സാഹചര്യം. അത് ഇസ്രയേലും ഇറാനും നേരിട്ട് മാത്രമല്ല, ഇറാന്റെ പ്രത്യാക്രമണം മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും കടുപ്പിക്കും വരും മണിക്കൂറുകളിൽ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ മണിക്കൂറുകളാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അത് ഏഷ്യൻ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടെ നമ്മുടെ മറ്റു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന എണ്ണ പ്രതിസന്ധി നമുക്കറിയാം. വലിയ പ്രതിസന്ധി ഇന്ത്യക്കുണ്ട്. ഏതാണ്ട് 25 ദിവസത്തെ മാത്രം സ്റ്റോക്കാണ് നമുക്ക് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിച്ചതിന് പശ്ചാത്തലമുണ്ട്. ഇവിടെയാണ് റഷ്യ വീണ്ടും ഇന്ത്യക്ക് സഹായമായി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അമേരിക്കയുടെ വലിയ താക്കീതുണ്ട്, റഷ്യൻ എണ്ണ വാങ്ങരുത് എന്നൊക്കെ. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഇന്ത്യയിലേക്ക് 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാൻ റഷ്യ ഒരുങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ഹോർമിസ് കടലിടുക്ക് വഴിയുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ ആവശ്യത്തിന് എണ്ണ ശേഖരമില്ലാത്ത ഇന്ത്യ മറ്റു വഴികൾ തേടാൻ നിർബന്ധിതരായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിട്ടും സ്വന്തം ഊർജ്ജ സുരക്ഷ മുൻനിർത്തി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. റഷ്യയിൽ നിന്നുള്ള ഈ സഹായം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലെ ഇന്ധനത്തിൻ്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ റഷ്യൻ കപ്പലുകൾ ഇന്ത്യയുടെ തീരത്തേക്ക് എത്തും എണ്ണയുമായി എന്നുള്ളതാണ്. തടസ്സമുണ്ടായാൽ ഇന്ത്യയെ, ഈ എണ്ണ വിതരണത്തിലും മറ്റും തടസ്സമുണ്ടായാൽ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയത് നമുക്കറിയാം. വളരെ
ഗുണം ചെയ്യുന്ന ഏറ്റവും ഗാഢമായ ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ട്. പല ഉപരോധങ്ങളുള്ളപ്പോഴും റഷ്യയിൽ നിന്ന് ഒരുപാട് എണ്ണ ഇറക്കുമതി ചെയ്ത ഒരു രാജ്യം കൂടിയാണ്. മറുഭാഗത്ത് ഇന്ത്യക്ക് എണ്ണ വില കുറച്ച് നൽകിയ ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്നതുകൂടി മനസ്സിലാക്കണം. അത് ഇപ്പോൾ ആ ഒരു നന്ദി റഷ്യ ഇന്ത്യയോട് പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% ഈ ഹോർമിസ് പാതയിലൂടെ നടക്കുന്നത്. അത് പൂർണ്ണമായും ഇറാൻ കയ്യേറിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് കൂടുതൽ വാർത്തകൾ. ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായക പോരാട്ടമാണ്. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇന്ത്യക്ക് ജയിച്ചേ മതിയാകൂ. വലിയ പ്രതീക്ഷയുണ്ട്. സഞ്ജുവിൽ നമുക്കുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. പക്ഷേ പല ആശങ്കകളുമുണ്ട്. തിരിച്ചു വരാം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാവുക മാത്രമല്ല, ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ്. കൂടാതെ ലോകത്തെ പ്രമുഖ LNG ഉൽപ്പാദകരായ ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി ഹോർമൂസ് വഴി തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ യുദ്ധഭീതി വലിയൊരു തകർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. സെൻസെക്സ് 1000-ലധികം പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 24,900 എന്ന നിർണായക നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി. സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങൾ ഇന്ത്യൻ വിപണിക്ക് നേട്ടങ്ങളുടേതാകാമെങ്കിലും ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. വാഹന നിർമ്മാണ മേഖല, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, വ്യോമയാന മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നു. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91.25 എന്ന ചരിത്രപരമായ താഴ്ചയിലേക്ക് പതിച്ചത് ഇറക്കുമതി ചെലവ് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. യുദ്ധകാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂട്ടമായി ചേക്കേറുന്നത് സ്വർണ്ണവിലയിൽ വൻ വർധനവിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $145 വർദ്ധിച്ച് $5,376 സ്വർണ്ണവില എത്തി നിൽക്കുന്നു. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഇത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനാണ് സാധ്യത. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വർണം ഇനിയും പുതിയ ഉയരങ്ങൾ കീഴടക്കിയേക്കാം. എന്നാൽ കേരളത്തിലെ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് വിപണിയുടെ അപ്രതീക്ഷിത സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും രാജ്യാന്തര വിപണിയിലെ കുതിപ്പ് വൈകാതെ തന്നെ പ്രാദേശിക വിപണികളിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ഭൗമരാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ നില പണ്ടത്തെക്കാൾ പരുങ്ങലിലാണ്. ഇറാന്റെ വിശ്വസ്ത സഖ്യകക്ഷികളായ ഹമാസും ഹിസ്ബുള്ളയും ഇപ്പോൾ മുൻപത്തേക്കാൾ ക്ഷീണിതരാണ്.
മാത്രമല്ല സിറിയയിൽ ഇറാന്റെ വലിയ പിന്തുണക്കാരനായിരുന്ന ബാഷർ അൽ അസദ് അട്ടിമറിക്കപ്പെട്ടതും പുതിയ ഭരണകൂടം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നതും ഇറാന്റെ സ്വാധീനം കുറച്ചിട്ടുണ്ട്. റഷ്യയോ ചൈനയോ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണെന്നിരിക്കെ ഇറാൻ ഒരു ഒറ്റപ്പെട്ട പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം ഉറപ്പാക്കിയതും ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എബ്രഹാം സന്ധിയിലൂടെ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമം ഇന്ന് 2020 ലോകകപ്പിൽ ഏറെ നിർണായകമായ ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ത്യ. നമ്മൾ ഒരു വലിയ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷാ ഭാരമുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നതോടെ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതോടെ അതും സഞ്ജു സാംസന്റെ തോളിലേറി ഈ ലോകകപ്പ് സെമിയിൽ ന്യൂസിലൻഡിൻ്റെ എതിരാളികൾ ആരാവും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരും. ഇന്ത്യക്കാണ് കൂടുതൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇംഗ്ലണ്ട് ചെറിയ ടീമൊന്നുമല്ല, കരുത്തരായ ടീമാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ മികച്ച മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം റാങ്കുകാരും നിലവിലെ ജേതാക്കളുമാണ് ഇന്ത്യ. കിരീടം നിലനിർത്താനുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. 2022 ഇംഗ്ലണ്ട് ജേതാക്കളാണ് എന്ന് നമുക്കറിയാം. മത്സരം വൈകിട്ട് 7 മണി മുതലാണ്. ഇരു ടീമുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പ്രതീക്ഷയുടെ വലിയൊരു ഭാരമുണ്ടെങ്കിൽ പോലും ഒരുപാട് വീക്ക്നെസ്സുകളുമുണ്ട്. നമ്മുടെ അഭിഷേക് ശർമ്മയുടെയൊക്കെ ഫോം വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. സഞ്ജുവിലാണ് പ്രതീക്ഷ. ഒപ്പം മറ്റ് പല പ്രധാന ബാറ്റർമാരും മികച്ച സ്കോർ കണ്ടെത്താനാവാത്തതും നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2024 ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഒരു ചരിത്രം അതുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാഥമിക റൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനോട് ഇംഗ്ലണ്ട് തോറ്റ് സൂപ്പർ 8 എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് പിന്നീട് വന്നത്. പ്രാഥമിക റൗണ്ടിൽ 4 ജയിച്ച ഇന്ത്യ സൂപ്പർ 8 ദക്ഷിണാഫ്രിക്കയോട് തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പല തലത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സഞ്ജു സാംസന്റെ തിരിച്ചുവരവ് വളരെ നിർണായകമായി. സെമി ആകുമ്പോൾ ടീമിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ച മട്ട് തന്നെയാണ് സഞ്ജുവിനുള്ളത് എന്ന് നിർണായകമാണ്. ഏതായാലും ഫൈനലിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. നിർണായക മത്സരത്തിന് ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ചെറിയ ടീമല്ല, ചെറിയ മീനല്ല, ഒന്നാന്തരം ടീമാണ്. ഒരു ഓൾറൗണ്ട് മികവുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. വ്യക്തിഗത മികവ് മാത്രമല്ല, എല്ലാ തലങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യക്ക് പ്രധാന വെല്ലുവിളിയായി ഇംഗ്ലണ്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഒരു വലിയ മത്സരം തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരം നടക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലും കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇംഗ്ലണ്ട് ഒരു ചെറിയ ടീമാണോ ചോദിച്ചാൽ അല്ല. ഈ ലോകത്തിലുടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നേപ്പാൾ എന്ന കുഞ്ഞൻ ടീമും ഇറ്റലി എന്ന ടീമും ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ ശക്തമായി എഴുന്നേറ്റ് നിന്ന് ഈ T20 ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. 2022 സംഭവിച്ചത് ഇന്ത്യക്ക് ഒരു വലിയ ക്ഷീണമാണ്. ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ പരാജയപ്പെടുക, ഇംഗ്ലണ്ട് തുടർന്ന് ആ ലോകകപ്പ് എടുക്കുക, 2024 ഇന്ത്യ ലോകകപ്പ് എടുക്കുക. അങ്ങനെ ഈ കഴിഞ്ഞ 2 ലോകകപ്പിൽ ജയിച്ച 2 ടീമുകളാണ് ഇത്തവണത്തെ സെമി ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. പ്രത്യേകതയും കൂടിയുണ്ട്. ഇംഗ്ലണ്ട് നോക്കുമ്പോഴേക്കും ജോസ് ബട്ട്ലർ എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഫോം ആവാത്തത് ഇംഗ്ലണ്ട് ഒരു തലവേദനയാണ്. പക്ഷേ ഇതുപോലുള്ള നിർണായക മത്സരത്തിൽ പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ജോസ് ബട്ട്ലറിന്റെ ആവറേജ് ജോസ് ബട്ട്ലർ എന്ന് മാജിക് പെർഫോം ചെയ്യാവുന്നതാണ് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ജോസ് ബട്ട്ലറിനെ തന്നെ ഇന്ന് ഇന്ത്യ പേടിക്കണം എന്നുള്ളത് ഒരു ഐറണി ആണെങ്കിൽ പോലും അത് വാസ്തവമാണ്. ചിലപ്പോൾ ഇതുപോലത്തെ മത്സരത്തിലേക്ക് ബട്ട്ലർ അടിപൊളിയായിട്ട് കളിക്കാം. ഫിൽ സാൾട്ട് ബട്ട്ലർ എന്ന ഓപ്പണിംഗ് കോമ്പിനേഷൻ ഇംഗ്ലണ്ട് ഒരിക്കലും വർക്കായിട്ടില്ല ഈ ടൂർണമെന്റിൽ. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് തന്നെ. നേരെ മറിച്ച് ജോഫ്ര ആർച്ചർ എന്ന ബൗളർ എന്ന് പറയുന്ന ആ തീ ഉണ്ട അത് തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ആശങ്കപ്പെടേണ്ടതും. ആദിൽ റഷീദ് എന്ന സ്പിൻ അറ്റാക്കും അതനുസരിച്ച് തന്നെ ഇംഗ്ലണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിൽ ജാക്സൺ കഴിഞ്ഞ 4 ഇംഗ്ലണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയ പ്ലെയറും കൂടിയാണ് വിൽ ജാക്സൺ. അഗെയിൻസ്റ്റ് ഇറ്റലി, നേപ്പാൾ, ന്യൂസിലൻഡ്, ശ്രീലങ്ക ഈ 4 മത്സരത്തിലും വിൽ ജാക്സന്റെ ഓൾറൗണ്ട് പ്രകടനം എന്ന് ഇംഗ്ലണ്ടിനെ വിളിക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ വിൽ ജാക്സൺ. സാം കറിന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം ഒന്നും കാണാൻ സാധിക്കില്ല. ബാറ്റിംഗിൽ നല്ലോണം തിളങ്ങുന്നുണ്ടെങ്കിൽ ബോളിംഗ് അതനുസരിച്ച് റൺസ് കൊടുക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. വിൽ ജാക്സന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം എന്ന രീതിയിൽ ഇംഗ്ലണ്ട് ഇത്തവണ കൊണ്ട് നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താഴ്ചയെ ഉയർച്ചയായിട്ട് നിൽക്കുന്ന ഇംഗ്ലണ്ട് സൈഡിന്റെ എതിരാളികൾ എന്ന് പറയുന്നത് വളരെ ശക്തരായ, കാമായ, കമ്പോസ്ഡ് ആയ 11 കൃത്യമായിട്ടൊരു
ഒരു കോമ്പിനേഷൻ കണ്ടുപിടിച്ച ഇന്ത്യയാണ്. അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് എന്ന് പറയുമ്പോൾ പോലും അഭിഷേക് ശർമ്മ ഈ ടൂർണമെന്റ് ഒരു 50 അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ അഭിഷേകിന് സാധിച്ചിട്ടില്ല. അതൊരു പ്രശ്നം തന്നെയാണ് ഇന്ത്യക്ക്. സഞ്ജു കോട്ട കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് കളിച്ചിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റത്തിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ തിലക് വർമ്മയും നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയർ ആണ്. സൂര്യയും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു ടോപ്പ് ഓർഡർ നിലവിൽ ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു സെറ്റ് ടീമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ശിവം ദൂബയുടെ നിർണായകമായ ബാറ്റ് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ നടിക്കാൻ കഴിയില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നട്ടല്. വരുൺ ചക്രവർത്തി നമുക്ക് ഇത്തവണ മാജിക് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും ബൗളിംഗിൽ അദ്ദേഹത്തിനെ കൃത്യമായി പിക്ക് ചെയ്യുന്ന എതിരാളികൾ നമ്മൾ കാണാൻ സാധിക്കും. ഒരു ടീമല്ല, പല ടീമുകളായി വരുൺ ചക്രവർത്തി ഇങ്ങനെ റൺസ് ലീക്ക് ചെയ്യുന്നത് കാണാം. അക്സർ പട്ടേൽ ഒരു നെടുന്തൂണ് തന്നെയാണ്. ഹർഷദീപും ജസ്പ്രീത് ബുംറയുമാണ് നമുക്ക് പേസ് അറ്റാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ബാലൻസ് സൈഡ് ഉണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിന് അതുപോലെയല്ല. പക്ഷെ രഞ്ജിത്ത്, ഒരു 2 വാക്ക് കഴിഞ്ഞ ഇന്നലത്തെ നടന്ന സെമി ഫൈനലിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഫിൻലൻഡ് എന്താ അടി! 33 പന്തിൽ നിന്ന് 100 റൺസ്, T20 ലോകകപ്പിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. അങ്ങനെ ഏകപക്ഷീയമായ മത്സരം. 42 പന്ത് ബാക്കി നിൽക്കെ ന്യൂസിലൻഡ് അനായാസമായി സൗത്ത് ആഫ്രിക്ക പോസ്റ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യുക. 1 സൈഡഡ് സെമി ഫൈനൽ മത്സരമായിട്ട് മാറുക. ടിം സൈഫർട്ടും ഫിനാലിനും കൂടെ ചേർന്ന് നടത്തിയ ആ ഒരു മത്സരത്തെ കുറിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇരുവരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരങ്ങളാണ് ഈ നടത്ത IPL-ൽ. അവരുടെ ഹോം ഗ്രൗണ്ട് ആയ ഈഡൻ ഗാർഡൻസിലാണ് കഴിഞ്ഞ മത്സരം അവർ നടത്തിയത്. അതൊരു വലിയ സൂചന തന്നെയാണ് IPL ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ മത്സരം അതിഗംഭീരമായ മത്സരം. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ ഒരു ഏകപക്ഷീയമായ വിജയം വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു നല്ല കോൺടെസ്റ്റ് ഉണ്ടാവും ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരത്തിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യക്ക് പ്രത്യേകിച്ച് സ്ട്രോങ് സൈഡ്സ് ഉണ്ട്. ഇംഗ്ലണ്ടിന് കുറച്ച് വീക്കാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പണിംഗ് കോൺട്രിബ്യൂഷൻ വർക്ക് ആവാത്തത് ഒരു വലിയ തലവേദനയും വെല്ലുവിളിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ ബൗളിംഗ് യൂണിറ്റും വർക്ക് ആവേണ്ടതും വളരെയധികം അനിവാര്യമാണ്. ഇപ്പൊ ജെയ്മി ഓവർട്ടണും ഒന്നും അവർക്ക് തിളങ്ങുന്നില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ജെയ്മി ഓവർട്ടൺ നിന്ന് തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. റെഹാൻ അഹമ്മദ് നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയും ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു ചേഞ്ചസും ഉണ്ടാവാൻ തൽക്കാലത്തേക്ക് ഒന്നുമില്ല. ഒരു പരിക്കും കാണുന്നില്ല. ഒന്നും തരത്തിലും മാറുന്നില്ലാത്തത് കൊണ്ട് തന്നെ ടീം കോമ്പിനേഷനിൽ മാറ്റാൻ ഒരു സാധ്യതയും ഇന്ത്യ കാണുന്നുമില്ല. നേരം വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ കളിത്തട്ടകത്തിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. ഒരു വലിയ മത്സരം തന്നെ പ്രതീക്ഷിച്ച് ഇറങ്ങുകയാണ് ഇന്ത്യ. ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. ഫൈനലിൽ ന്യൂസിലൻഡിനെ നേരിടുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആഗ്രഹം. അതനുസരിച്ചുള്ള സൈഡും ഇന്ത്യൻ ടീമിനുണ്ട്. ഇംഗ്ലണ്ട് നിരാശരായി മടങ്ങിപ്പോവുകയുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്ത്യക്ക് ഏറെ വെല്ലുവിളികളുണ്ട്. എതിരാളി ഇംഗ്ലണ്ടാണ്. മറ്റൊന്ന്, നമ്മുടെ ബാറ്റിംഗ് നിരയുമായി ബന്ധപ്പെട്ട ചില ദൗർബല്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ ഫോമാണ് ഏറ്റവും പ്രശ്നം. നമ്മുടെ സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ആദ്യം കനത്ത വെല്ലുവിളിയായി ഉള്ളത്. സ്വന്തം പാളയത്തിലെ കുറവുകൾ തന്നെയാണ്. ബാറ്റിങ്ങിലേക്ക് നോക്കിയാൽ ടോപ്പ് ഓർഡറിലെയും മധ്യനിരയിലെയും തെളിഞ്ഞു നിൽക്കുന്ന വീക്ക് പോയിന്റുകൾ നിരവധിയാണ്. പരിശീലകൻ ഗൗതം ഗംഭീർ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രധാന സൂചനയാണ് ഓപ്പണിംഗ് ജോഡിയിൽ അഴിച്ചുപണി നടത്തി ഇഷാൻ കിഷനെ മൂന്നാമനാക്കി സഞ്ജു സാംസനെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ക്രീസിലേക്ക് എത്തിച്ചത്. പക്ഷേ അഭിഷേക് ശർമ്മ ഫോമിൽ ല്ല. ഒപ്പം ഇഷാൻ കിഷൻ വലിയ വമ്പൻ സ്കോറുകൾ കണ്ടെത്തുന്നതിൽ പരാജയമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഒക്കെ പരിഹരിച്ച് നന്നായി പോയാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല, അത്ര വലിയ ഒരു ലക്ഷ്യവുമല്ല. പക്ഷേ അപ്പോഴും ബാറ്റിംഗ് നിര ഉയരണം. ബൗളിംഗ് നിരയുടെ പ്രതീക്ഷയും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും മറ്റും വേണം. ജസ്പ്രീത് ബുംറ നന്നായി ബോൾ എറിയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മുടെ പ്രധാന പേസർമാരൊക്കെ അത്യാവശ്യം അടിയൊക്കെ വാങ്ങിക്കൂട്ടും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായും ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ന്യൂസിലൻഡിൻ്റെ എതിരാളികളാകാം. അതായത് കിരീടത്തിലേക്ക് ഒരു പടി കൂടി കടക്കാം എന്നുള്ളത് തന്നെയാണ്. ഹരിയാണ് വിശദമായി തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ നമുക്ക് MS ധോണിയെ എപ്പോഴും നമ്മൾ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ ഓർത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ MS ധോണിയുമായി ബന്ധപ്പെട്ട് ഞാൻ വായിക്കുന്ന വാർത്ത അല്പം ധോണി ആരാധകർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണിക്ക് ഒരു 1000 രൂപ പിഴ വന്നിരിക്കുന്നു. അത് റാഞ്ചിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിൻ്റെ പേരിലാണ് ധോണിക്കെതിരെ നടപടി. വേഗപരിധി ലംഘിച്ച് താരം വാഹനം ഓടിച്ചതായി റാഞ്ചി നഗരത്തിലെ ഓട്ടോമേറ്റഡ് ട്രാഫിക് നിരീക്ഷണ സംവിധാനത്തിൽ പതിഞ്ഞു. ഇതോടെ സൂപ്പർ താരത്തിനെതിരെ നടപടി വരികയായിരുന്നു. നമുക്കറിയാം, ധോണിക്ക് ആഡംബര വാഹനങ്ങളുടെ വലിയൊരു നിരയുണ്ട്. റേഞ്ച് റോവർ മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ആഡംബര വാഹനങ്ങളെല്ലാം ധോണിക്ക് സ്വന്തമാണ്. ധോണി ഒരു വാഹന പ്രാന്തൻ കൂടിയാണ്.
ഈ വാഹനങ്ങളിൽ ഏതാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് എന്നത് വ്യക്തമല്ല. പക്ഷേ നിയമത്തിലെ സെക്ഷൻ 183 പ്രകാരം ധോണിക്ക് ഈ ചെല്ലാൻ പിഴ 1000 രൂപ പിഴ അടച്ചുള്ള ഈ ചെല്ലാൻ നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഈ പിഴ ധോണിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല എങ്കിൽ പോലും ഗതാഗത ലംഘനം നടത്തി എന്നൊരു പേരുദോഷം കൂടി ധോണിക്കുണ്ടായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്ത, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്റ് താരവുമായ അർജുൻ തെണ്ടുൽക്കറുടെ വിവാഹമാണ് ഇന്ന്. അർജുനും സാനിയ ചന്ദോക്ക് എന്ന ഒരു പ്രമുഖയായ വ്യവസായി കൂടിയാണ് സാനിയ ചന്ദോക്ക്. ചന്ദോക്കിൻ്റെ വിവാഹമാണ് ഇന്ന്. പ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള മെഹന്തി ഇന്നലെ മുംബൈയിലെ റോയൽ വെസ്റ്റേൺ ഇന്ത്യ ടർഫ് ക്ലബ്ബിൽ നടന്നിരുന്നു. അംബാനി കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ടർഫ്. ഐവറി തീമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് ദമ്പതികൾ ചടങ്ങിൽ പങ്കെടുത്തത്. സച്ചിൻ തെണ്ടുൽക്കറും ഭാര്യ അഞ്ജലിയും മകൾ സാറയും മനോഹരമായ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലാണ്. അത്യാഡംബരമായി നടന്ന ചടങ്ങിൽ ഇരു കുടുംബങ്ങളിലെയും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, സഹീർ ഖാൻ, ഇർഫാൻ പഠാൻ, യൂസഫ് പഠാൻ, രവി ശാസ്ത്രി, അജിത് അഗാർക്കർ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമായിരുന്നു. മുകേഷ് അംബാനിയും നിത അംബാനിയും ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. നമുക്കറിയാം, മുംബൈ ടീം അംഗം കൂടിയാണ് അർജുൻ തെണ്ടുൽക്കർ. സച്ചിനും ദീർഘകാലം മുംബൈയുടെ ക്യാപ്റ്റനും മുംബൈയുടെ ടീം അംഗവുമൊക്കെ ആയിരുന്നു. സച്ചിനുമായി ഏറെ അടുപ്പമുണ്ട് അംബാനി കുടുംബത്തിന് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കും ക്ഷണമുണ്ട്. അങ്ങനെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും നമുക്കറിയാം, അർജുൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിൽ അത്ര തിളങ്ങാനായില്ല. ഇപ്പോൾ ഗോവൻ ടീമിൻ്റെ ഭാഗമായി രഞ്ജി കളിക്കുന്ന ഒരു താരം കൂടിയാണ് അർജുൻ തെണ്ടുൽക്കർ. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അത് ബീഹാറിൽ നിന്നാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് ബീഹാറിൽ മുഖ്യമന്ത്രിയെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അനാരോഗ്യം കാരണം നിതീഷ് കുമാർ, അതൊക്കെ ഒരുപക്ഷെ നേരത്തെയുള്ള കരാറുകളുടെ ഭാഗമായി, ധാരണകളുടെ ഭാഗമായി ആയിരിക്കാം, നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. നിതീഷ് കുമാറിന് പകരം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള പുതിയ അധികാര കൈമാറ്റ ഫോർമുല NDAയിൽ ചർച്ചയാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട സൂചനകൾ കൂടി വരുന്നുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന ഉണ്ടായാൽ അത് കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തെ കൂടി പരിഗണിക്കുമോ? ഒരിക്കൽ കൂടി 2 മന്ത്രിമാർ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്നുണ്ട്. ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. മറ്റൊരു ആൾക്ക് കൂടി അല്ലെങ്കിൽ 1-2 പേർക്ക് കൂടി അവസരം കിട്ടുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്നാലും കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണി അനിവാര്യമാണ്. നിത്യാനന്ദ റായി മുഖ്യമന്ത്രിയായി പോയാൽ ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ നിതീഷ് കുമാർ ക്യാബിനറ്റ് പദവിയിലേക്ക് വരുന്നതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നുള്ളതാണ്. വലിയ പുനഃസംഘടന ഉണ്ടായാൽ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ഏതായാലും ബീഹാറിൽ നിന്നാണ് നിതീഷ് രാജ്യസഭയിലേക്ക് പോവുക. തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിൽ നിർണായകമായ ക്യാബിനറ്റ് റാങ്ക് നിതീഷിന് BJP നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട്ടേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM വിമത നടത്തുന്ന കൺവെൻഷൻ ഇന്നാണ്. കൺവെൻഷൻ PK ശശി ഉദ്ഘാടനം ചെയ്യുമെന്ന് M സതീഷ് അറിയിച്ച പശ്ചാത്തലമുണ്ട്. PK ശശിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൺവെൻഷൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ശശി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒറ്റപ്പാലത്ത് പിന്തുണ നൽകും. അതാണോ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഫോർമുല? രഞ്ജിത്ത്, PK ശശി അല്പസമയത്തിനകം പാലക്കാട് CPM കമ്മ്യൂണിസ്റ്റ് വിമതർ നടത്തുന്ന ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കും. ഈ ഒരു കൺവെൻഷനിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഇതിനെതിരെ നിലപാട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നിലപാടെടുത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. PK ശശിക്കെതിരെ കാലങ്ങളായിട്ട് ഒറ്റപ്പാലം മണ്ണാർക്കാട് മേഖലയിൽ പ്രവർത്തിച്ചവർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ അല്പം പ്രായോഗികമായിട്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അത്ര എളുപ്പമാവുന്ന കാര്യമല്ല. പക്ഷേ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അത് കേവലം പാലക്കാട് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ പല മണ്ഡലങ്ങളിലും ഫലം നിർണ്ണയിക്കാൻ
സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള തരത്തിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിമതരുടെ കൂട്ടായ്മ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അവരുടെ കൂട്ടായ്മ എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മുന്നണിയിലേക്ക് PK ശശി വരുന്നു എന്നുള്ളതും രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പാലക്കാട് ജില്ലയിലെ മാത്രമായിട്ട് രാഷ്ട്രീയം കാണുന്നതിനപ്പുറം സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ ഏറ്റവും അവസാനമായി G. സുധാകരൻ്റെ നിലപാട് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ അതൃപ്തരുടെ ഒരു കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതൃപ്തരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറുന്നു, ഇത് വളരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മറ്റ് കൂടുതൽ നേതാക്കൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇതിൽ ഇന്നത്തെ ദിവസം ഈ ഒരു കൂട്ടായ്മയുടെ പ്രഖ്യാപനം എന്നതിനപ്പുറം PK ശശി ഇതിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തോട് പലതവണ മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രതികരണങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം എവിടെയാണെന്നും ഇപ്പോൾ വ്യക്തമല്ല. അദ്ദേഹം ഇന്ന് പരിപാടിക്ക് എത്തുമെന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ മാധ്യമപ്രവർത്തകരോടൊക്കെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതവണ മുൻപ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പാർട്ടിക്കെതിരെ അത് തുറന്നടിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമോ, താൻ എന്ത് കാരണത്താൽ പാർട്ടി വിടുന്നു എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഉണ്ടാകുമോ, അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തെല്ലാമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും 10 മണിക്ക് ശേഷം പാലക്കാട് ശ്രീ പാർവതി കല്യാണ മണ്ഡപത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് PK ശശി എത്തിച്ചേരും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുമോദ, ഈ PK ശശിയുമായി ബന്ധപ്പെടാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നാണല്ലേ? PK ശശി ആരുമായും സംസാരിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം UDF നേതൃത്വത്തിനും താല്പര്യമുണ്ട് ശശിയെ ഇവിടെ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ എന്നാണല്ലോ. ശശി നല്ലൊരു ക്യാച്ചാണ്. പാലക്കാട് നമുക്കറിയാം പലതരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. CPM-ന് കോൺഗ്രസിനും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ശശി വരുമ്പോൾ ഇപ്പോഴുള്ള പാളിച്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് പാലക്കാട്ട് കുറച്ചുകൂടി ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാവുന്ന ആത്മവിശ്വാസമൊക്കെ UDF-നുമുണ്ട്. രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാത്ത് PK ശശിയെ കാത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് അറിയില്ല. പലയിടത്താണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് തന്നെ അക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. രണ്ടാമതായി രഞ്ജിത്ത് ചോദിച്ച കാര്യം, PK ശശി വരുന്നതോടെ ഇവിടെ കോൺഗ്രസിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇതിൽ വലിയ ഒരു എതിർപ്പ് കൂടി ഇതിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റപ്പാലത്ത് അദ്ദേഹം മത്സരിക്കുന്നതിലേക്ക് കോൺഗ്രസിലെ എതിർപ്പ്, അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ്. PK ശശിയും സമാനമായ ഒരു ആക്ഷേപത്തിൽ നടപടി നേരിട്ടയാളാണ്. അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ ആരോപണ വിധേയനായ ഒരാളെ കൂടി UDF ഒപ്പം കൂട്ടുമ്പോൾ, കോൺഗ്രസ് ഒപ്പം കൂട്ടുമ്പോൾ ഒരുപക്ഷെ അത് ഇടതുപക്ഷം വലിയ ആയുധമാക്കി കൊണ്ടുവരുമോ? ഇതുവരെ സംരക്ഷിച്ചിരുന്ന ഇടതുപക്ഷം ഈ ഒരു ഘട്ടത്തിൽ ശശിക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും? ഒപ്പം തന്നെ BJP-യുടെ നിലപാട് ഇതിലെന്താകും? രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് UDF ഇതിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ശശി വരുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, പാലക്കാട് ജില്ലയിൽ എല്ലായിടത്തും അണികളുള്ള കൃത്യമായ സംഘബലമുള്ള ഒരു നേതാവ് UDF-ലേക്ക് വരുമ്പോൾ, UDF-ന്റെ ഭാഗമാകാൻ ശ്രമിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വീണ്ടും രാഷ്ട്രീയമായിട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനുമോദ്, അവിടെ ശശി അടക്കമുള്ള CPM വിമതരുടെ കൺവെൻഷൻ നടക്കുന്ന സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കണം. ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വരവ് ചിലവ് കണക്കുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ട് നൽകാൻ കോടതി അനുവദിച്ച ഒരാഴ്ചത്തെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. ഇനി കോടതിയോട് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാനാവില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ബില്ലുകളും ഓഡിറ്റ് അടിസ്ഥാനമാക്കിയ എല്ലാ ബില്ലുകളും വൗച്ചറുകളും കരാറുകളും ദേവസ്വം ബോർഡ് കോടതിയിൽ ഹാജരാക്കും.
ഭക്തരുടെ സംഭാവനകൾ സ്വീകരിക്കാൻ തുടങ്ങിയ ധനലക്ഷ്മി ബാങ്കിലെ സമ്പൂർണ്ണ സ്റ്റേറ്റ്മെൻറ്റും ദേവസ്വം ബോർഡ് കോടതിക്ക് നൽകേണ്ടതുണ്ട്. സ്വതന്ത്ര ഓഡിറ്റർ സംശയങ്ങൾ ഉന്നയിച്ചുവോ എന്നതിലും എന്ത് മറുപടി നൽകി എന്നതിലും ദേവസ്വം ബോർഡ് വിശദീകരണം നൽകേണ്ടതുണ്ട്. വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റർമാർ ഹാജരായി വിശദീകരണം നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങും. ഏതായാലും നിർണായകമാണ് ദേവസ്വം ബോർഡിന്. ഡാനിപ്പോൾ നമുക്കറിയാം പലതവണ ഈ കണക്കുകളുടെ പിശക്, ദേവസ്വം ബോർഡ് നൽകുന്ന കണക്കൊന്ന്, സർക്കാരിൻ്റെ കണക്കൊന്ന്, മന്ത്രി പറയുന്ന കണക്കൊന്ന്, അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് ഒരു ഏകീകൃതമായ കണക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത, ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിവരങ്ങൾ ഇന്ന് കോടതിക്ക് മുൻപാകെ കൂടി എത്തുകയാണ്. അതിൽ നേരത്തെ പല സംശയങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതിൽ ഇത്തവണയെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തത ഈ കണക്കുകളിൽ വരുത്താനായിട്ട് കഴിയുമോ, ബോർഡിന് കഴിയുമോ എന്നതെല്ലാം തന്നെ ഇന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിൽ എല്ലാ രീതിയിലുള്ള ബില്ലുകൾ, അതോടൊപ്പം തന്നെ വൗച്ചറുകൾ, കരാറുകൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പൂർണ്ണമായും തന്നെ സമർപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബോർഡിന് ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ കണക്കുകൾ ചോദിക്കുന്നത് അത് കോടതിയുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഇതിൽ നെറ്റിച്ചൊളിക്കപ്പെടേണ്ടതില്ല. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കോടതി പരിശോധിക്കുമെന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ വരേണ്ടതുണ്ട്. ഈ സ്വതന്ത്ര ഓഡിറ്റർമാർ, വിജയൻ അസോസിയേറ്റ്സ്, അവരെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അവർ ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ചോദിച്ചിരുന്നു. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കണക്കുകൾ സംബന്ധമായ കാര്യങ്ങൾ, ഏതെങ്കിലും സംശയങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സ്വതന്ത്ര ഓഡിറ്റർമാരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അവരേതെങ്കിലും രീതിയിൽ സംശയങ്ങൾ, അതിൻ്റെ ഒരു വസ്തുതകളോ വിശദീകരണങ്ങളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ കോടതി ചോദിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ പരിശോധിക്കപ്പെടുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ബോർഡിന് ഇക്കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ ഭക്തർക്ക് സംഭാവനകൾ നൽകാനുള്ള ഒരു അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണം. ഏതെല്ലാം രീതിയിലുള്ള ഒരു സംഭാവനകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്, അത് എന്തെല്ലാമാണ്, എത്രയാണ് തുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് ലഭിക്കണം എന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംബന്ധിയായ കാര്യങ്ങളിൽ പൂർണ്ണമായ വിവരങ്ങൾ അത് വസ്തുതാപരമായിട്ട് തന്നെ കോടതി പരിശോധിക്കുകയാണ്. ഇന്ന് കോടതിക്ക് മുൻപാകെ ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ പരിശോധനയിലേക്ക് വരും. അത് കോടതി ഇന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ എന്താണ് കോടതി പറയുക എന്നതാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഈ കണക്കുകളും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഓഡിറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളിൽ സ്വതന്ത്ര ഓഡിറ്റർമാർ അവരേതെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കോടതിക്ക് മുൻപിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായും സർക്കാരിനടക്കം വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോടതി ഇന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. തീർച്ചയായും പാലക്കാട്ട് പി കെ ശശിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം തലവേദനയെങ്കിൽ ഇങ്ങ് ആലപ്പുഴയിലേക്ക് വന്നാൽ, ആലപ്പുഴ നമുക്കറിയാം ചുവപ്പ് കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. ജി സുധാകരൻ എന്ന നേതാവ് ആലപ്പുഴയിലെ CPM-ന്റെ പാർട്ടിയുടെ നെടും തൂണാണ്. ഏത് പ്രശ്നങ്ങളിലും പാറ പോലെ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന ആൾ കൂടിയാണ് സുധാകരൻ. പക്ഷേ സുധാകരന് ഇപ്പോൾ ഒരു മനമാറ്റം ഉണ്ടാകുന്നു. സുധാകരൻ CPM മെമ്പർഷിപ്പ് പുതുക്കാത്ത പശ്ചാത്തലം പാർട്ടിയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ഇതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണയായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ അത് സുധാകരനെ കുറച്ചുകൂടി ചൊടിപ്പിക്കുകയും മറ്റും ചെയ്തു. ഇന്ന് രാവിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ, സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ CPM ആരംഭിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. സംസ്ഥാന സെക്രട്ടറി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. താൻ പരിഹസിച്ചതല്ല എന്ന് സുധാകരനോട് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതല്ലാതെ ജി സുധാകരൻ മറുപടി ഒന്നും നൽകിയില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സുധാകരനുമായി ജില്ലാ സെക്രട്ടറി R നാസറും ഫോണിൽ സംസാരിച്ചു. പക്ഷേ സുധാകരൻ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പരാതികളുണ്ട്, അസ്വാരസ്യങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചാലും ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടാലും സുധാകരനെ പാർട്ടി അവഗണിക്കുന്ന ഒരു ഫീല് അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും പല കാര്യങ്ങളും സുധാകരൻ പാർട്ടിക്കൊപ്പം നിന്ന് സംസാരിച്ചിരുന്നു. ചിലപ്പോൾ ചില നേതാക്കന്മാരെ എതിർത്തും പറഞ്ഞിരുന്നു.
പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അവിടെ അമ്പലപ്പുഴയിൽ സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിച്ചേക്കാം എന്ന വാർത്തകളും ആലപ്പുഴയിലെ CPM നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, എന്തും സംഭവിക്കാം അല്ലേ? സുധാകരനാണ് ആള്, അദ്ദേഹത്തിന് ഏത് തരത്തിലും തീരുമാനമെടുക്കുന്ന ആളാണ്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന ശൈലിയുള്ള ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സുധാകരൻ ഏറ്റവും ഒടുവിലായി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അത്ര ആലോചിച്ചതിന് ശേഷം 5 വർഷ കാലയളവിനുള്ളിലെ പല സന്ദർഭങ്ങളും ഓർത്തെടുത്തതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ തന്നെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞതോടുകൂടി ആണ് ഇതൊരു രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. എപ്പോഴും ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് സുധാകരൻ കരുതിയിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുധാകരൻ ഒരു സ്റ്റേറ്റ് ലീഡറാണ്, ഒപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ 43 വർഷക്കാലം ഉണ്ടായിരുന്ന ആളുമാണ്. സ്വാഭാവികമായും ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് തികച്ചും ജൂനിയറായ ആളുകളാണ്. ആ ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് തീർച്ചയായും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഒരു അത്തരം അത് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുമെന്ന് സുധാകരൻ കരുതിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും സുധാകരനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വമാണ് ഇടപെട്ടിട്ട് 6-അംഗ സമിതിയിലേക്ക് സുധാകരനെ കൊണ്ടുവരണം എന്ന നിർദ്ദേശം നൽകുന്നത്. ആ മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതിന് ഔദ്യോഗികമായി ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും സുധാകരനെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, സർക്കുലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിന് മേളിലാകുന്നു. പക്ഷേ ഒരു ചർച്ചകളിലും സുധാകരൻ ഇല്ല, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ നേതൃത്വം എങ്ങനെയാണ് കൃത്യമായൊരു അകലം സുധാകരനെ ആ നേതൃത്വത്തോട് അടുപ്പിക്കാതെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കൂടെയാണ് ഒരു ഭാഗത്ത് സൈബർ ആക്രമണം നടക്കുന്നത്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച ഒരു സൈബർ ടീം തന്നെ അത്തരത്തിൽ സുധാകരനെ ആക്രമിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ സുധാകരന്റെ പോസ്റ്റോട് കൂടി അത് മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ അത് വളരെ മോശമാകുന്ന രീതിയിൽ സുധാകരനെ അറ്റാക്ക് ചെയ്ത നവമാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സുധാകരൻ അങ്ങേയറ്റം പ്രതിഷേധത്തോടെയാണ് അദ്ദേഹം തന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റത്തെ ലെവലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ പകൽ മുഴുവൻ സംസ്ഥാന നേതൃത്വം മറ്റ് ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ രാത്രിയോടെ, അതായത് 10 മണിക്ക് ശേഷം 10:30 അടുപ്പിച്ചാണ് MP ഗോവിന്ദൻ സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തോട് അദ്ദേഹം ഇപ്പോൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം ഒന്ന് സുധാകരന്റെ പേര് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ആ ചർച്ച പോലും തുടരാൻ അനുവദിക്കാതെ അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞു മാറ്റി. രണ്ടാമത്തത്, സെക്രട്ടേറിയറ്റിന് ശേഷം അവിടെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പരസ്യമായി അത് ഒരു വിലയും നൽകുന്നില്ല എന്നുള്ള രീതിയിൽ, ഒരു പരിഗണനയും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് രണ്ടിലും ഏറ്റവും പ്രധാനമായും സുധാകരന്റെ പോസ്റ്റിൽ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് MP ഗോവിന്ദനും മറ്റൊന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറുമാണ്. കാരണം 5 വർഷ കാലയളവിൽ ഒരു പൊതുപരിപാടി, ആയിരക്കണക്കിന് പരിപാടികൾ സുധാകരൻ പുറത്ത് പങ്കെടുക്കുമ്പോൾ പാർട്ടി നേതാവെന്ന നിലയിൽ ഒരു പാർട്ടി പരിപാടികളിലേക്കും CPM ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സുധാകരൻ പരസ്യമായി എഴുതിയിട്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ഇന്നലെ MP ഗോവിന്ദൻ വിളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. താൻ അത്തരത്തിൽ ഉദ്ദേശിച്ചല്ല, സുധാകരൻ കരുതിയത് പോലെയുള്ള പ്രതികരണമായിരുന്നില്ല തൻ്റെത്, അത് വ്യക്തിപരമായി ഉദ്ദേശിച്ചതല്ല, മറിച്ച് മാധ്യമങ്ങൾ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചതാണ് എന്നതടക്കം വിശദീകരിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. പക്ഷേ സുധാകരൻ അതിന് മറുപടി ഒന്നും നൽകിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തു വിട്ടു. 11 മണിയോടുകൂടി സുധാകരന്റെ സ്ഥിരീകരണം വരുന്നു ഫേസ്ബുക്ക് പേജിൽ. ആ സംഭവത്തിന് ശേഷം പിന്നീട്
ജില്ലാ സെക്രട്ടറി ആർ നാസർ പലതവണ ജി സുധാകരന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും ജി സുധാകരൻ ഫോൺ എടുത്തില്ല. ഒടുവിൽ അവർ തമ്മിൽ സംസാരിച്ച ഘട്ടത്തിൽ ഈ മെമ്പർഷിപ്പ് പുതുക്കണം എന്നുള്ള ആവശ്യം, അഭ്യർത്ഥന നാസറിന്റെ ഭാഗത്തു നിന്ന് ജി സുധാകരനോട് ഉണ്ടായി. പക്ഷേ പുതുക്കില്ല എന്ന് കൃത്യമായി ജി സുധാകരൻ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി നാസറിനോട്, ജില്ലാ സെക്രട്ടറി ആർ നാസറിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടുക എന്നുള്ള കാര്യം അത്തരത്തിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് പോലെ ജി സുധാകരൻ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. മറിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, അതാണ് തനിക്ക് പറയാനുള്ള അവസാന വാക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജി സുധാകരൻ തുടരുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ നിലപാട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബി.ജെ.പി. ജി സുധാകരനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. സുധാകരനായി ബി.ജെ.പി. വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും കൃഷ്ണദാസ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ബി.ജെ.പിക്ക് ആദരവുള്ള അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് സുധാകരനെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരും അനുയായികളും അനുഭാവികളൊക്കെ തന്നെ ബി.ജെ.പിയിലേക്കും എൻ.ഡി.എയിലേക്കും ഒഴുകിയെത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പറ്റും. ഇത് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞതാണ് വിസ്മയം സംഭവിക്കാൻ പോകും. വിസ്മയം ആരംഭിച്ചത് വി.ഡി. സതീശൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരിൽ നിന്നാണ്. ആ പറവൂരിൽ നിന്ന് ആരംഭിച്ച വിസ്മയം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിസ്മയം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം ഉണ്ടാകും. അത് കാണാൻ പോകുന്നേയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എൽ.ഡി.എഫിൻ്റെയും യു.ഡി.എഫിൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വിസ്മയത്തിനും കൂടി ബി.ജെ.പി. കാത്തിരിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കും. ഇത്തവണ ഞങ്ങൾ വിജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് മത്സരരംഗത്താകുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ജി സുധാകരൻ ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അല്ല, ജി സുധാകരൻ അങ്ങനെ മോദിയുടെയും അതുപോലെ തന്നെ ബി.ജെ.പിയുടെയും പ്രത്യയശാസ്ത്രത്തെ താല്പര്യത്തോടെ കാണുന്ന ഒരാളായിരിക്കാൻ ഇടയില്ല. അല്ല, അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ജി സുധാകരനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്തൊരു നേതാവാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തക നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മോദിജി ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടോ അല്ലെ അത് അനുകൂലിക്കുന്നുണ്ടോ, മോദിജിയുടെ നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ, അദ്ദേഹമാണ് അത് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. യാതൊരു സംശയമില്ല. CPM-മായി ഇനി ജി സുധാകരൻ അടുക്കുമോ എന്ന കാര്യം സംശയമാണ്. അത് ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഓരോ ചലനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും സുധാകരനായി ബി.ജെ.പിയും വലവീശുന്നു എന്നുള്ളത് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. നമുക്ക് 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.